ഞാനെൻ്റെ രാവിലെ ഇന്ന് തലവേദനയൊക്കെ ആയിരുന്നു. വെളുപ്പിനെ എണ്ണിച്ചപ്പം തലവേദനയായിരുന്നു. ഇന്ന് താമസിച്ച് പോയി എണ്ണിക്കാൻ. നമ്മുടെ വീടും എല്ലായിടവും കാണിക്കുക കേട്ടോ. ഇത്തിരി നാളായി ഞാൻ തുടക്കത്തിലെങ്ങാണ്ട് കാണിച്ചതാ, പിന്നെ ഞാൻ കാണിച്ചില്ല വീഡിയോ പിടിച്ച്. പിന്നെ എൻ്റെ വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ കിടക്കുന്ന റൂമാണ്. കണ്ടെങ്കിൽ ഞാൻ കിടക്കുന്നതാ. കണ്ട, ഇതൊക്കെ നമ്മുടെ വീട്. കണ്ട, പിന്നെ കണ്ട വേറെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇതെൻ്റെ കൊച്ചുമോളിരുന്ന് എഴുതി പഠിക്കുക. കണ്ട, അംഗനവാടിയിലാണ് പഠിക്കുന്നതേ. ട്യൂഷനുണ്ട്, അക്ഷരം പഠിപ്പിക്കാനും വിടും, അംഗനവാടിയിലും വിടും. അങ്ങനെ ഹോംവർക്ക് എഴുതുക. കണ്ട ഞങ്ങളുടെ വീട് കണ്ടല്ലോ. കണ്ട, എഴുതി പഠിക്കുക, എഴുതുക കുഞ്ഞുവാവ. പിന്നെ ഇതൊരു ഹാള്, ചെറിയൊരു ഹാള്. കണ്ട കണ്ട ചെറിയൊരു ഹാളായത്. കണ്ട, ഇത് മോന് കിട്ടിയ ഇതൊക്കെയാ. ഇത് നമ്മുടെ അടുക്കളയാണ്. ഞാൻ പാത്രമൊന്നും കഴിയില്ല, എല്ലാം വാരി വെച്ചേക്കുക. തലവേദന ആയതുകൊണ്ട് ഇന്ന് താമസിച്ചൊക്കെ എണ്ണിച്ചത്. പിന്നെ കണ്ടല്ല, അടുക്കളയൊക്കെ കറുത്ത് വല്ലാതെ കിടക്കുക. അടുക്കളയൊന്നും കൊള്ളത്തില്ല, നല്ല പുകയൊക്കെ പിടിച്ച് കറുത്ത് കിടക്കുക. നമ്മളെ പരിസരമൊക്കെ കാണിക്കുക കേട്ടോ. ആദ്യം മുറ്റം കാണിക്കാം, വാതിൽ കാണിക്കാം. കണ്ട, ഇതാ ഞങ്ങളുടെ വാതിൽ, മുറ്റം, വീടിൻ്റെ വാതിൽ. കണ്ട, ഇതാ വാതിൽ. കണ്ട, ഇതാ വാതിൽ. കണ്ട, എൻ്റെ കൊച്ചുമോനെ കണ്ട, 2 മുളക് തൈയും പയറും ഒക്കെ പാകിയും കിളിപ്പിച്ചും ഒക്കെ വെച്ചേക്കുക. കണ്ട, അത് അവൻ്റെ ജോലിയാണ്. പഠിത്തവും കഴിഞ്ഞ് വന്ന് ഇതൊക്കെയാണ് പണി. കണ്ട, ഇത് ഇറങ്ങി പോകുന്നിടവും അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു പാലമുണ്ട്, ഒരു ഓടയാണ് ഇത് കേട്ടോ. കണ്ട, ഇതൊരു ഓടയാണ്. നമ്മളിങ്ങനെ വാതക്കയിൽ വെളിയിലോട്ട് ഇറങ്ങുന്ന. കണ്ട, ഇതൊരു ഓടയാണ്, ഓട. പിന്നെ ഇവിടെ കുറേ തുളസി ഇല, ഞവരയില എല്ലാം ഉണ്ട്. കയ്യോന്നി എല്ലാ മരുന്നുകളും ഉണ്ട് ഇവിടെ. ഞാൻ എല്ലാം വെച്ച് പിടിപ്പിക്കും. ചെടിയൊക്കെ കൂടുതലെല്ലാം ഇതൊക്കെയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അതൊക്കെ ഇതായി കൂടുതലും നിൽക്കുന്നത്. നമ്മുടെ മാളുക്കുട്ടി കിടക്കുന്നു. കണ്ട, ഇത് തെക്കേപ്പുറം, വീടിൻ്റെ തെക്കേപ്പുറം. കണ്ട, നമ്മുടെ മാളു കിടക്കുന്ന. കണ്ട, ഇത് തെക്കേപ്പുറം. പിന്നെ ഇന്ന് തുണിയൊന്നും കഴിയില്ല, തുണിയും കഴിയില്ല. കണ്ട, തുണിയൊക്കെ കിടക്കുക, കഴുകാൻ പോകുന്നതേ ഉള്ളൂ എല്ലാം. കണ്ട, തുണിയൊക്കെ കഴുകാൻ പോകുന്നേ ഉള്ളൂ. ഇത് കിണർ നമ്മുടെ. പിന്നെ ബാത്റൂം കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. കണ്ട, ഇതാ എൻ്റെ ബാത്റൂം. ഈ ബാത്റൂമൊന്നും ഇല്ല, മറവിയിൽ കെട്ടിയേക്കുക. അത് ഷീറ്റ് മേടിച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തൂടെ സാരി ചുറ്റിയേക്കുക. എന്താണെന്ന് വെച്ചാൽ പൂച്ച അള്ളി കീറും, ഷീറ്റേ മാന്തി കീറും. അതുകൊണ്ട് ഇതെൻ്റെ ബാത്റൂം. ഇത് കിഴക്കേപ്പുറമാണ്, വീടിൻ്റെ കിഴക്കേപ്പുറം. ഇത് എൻ്റെ കുറച്ച് മടൽ ഇച്ചിരി ഓലയും ചുട്ടും മടലും പെറുക്കിക്കൊണ്ടിട്ടേക്കുക. വിറകൊന്നുമില്ല, അതിന് വെട്ടി കീറണം. അതിന് ഇതെല്ലാം ചെയ്യണം. പിന്നെ വേണ്ട, ഇത് വീടിൻ്റെ വടക്കേപ്പുറമാണ്. വേണ്ട, ജനലൊന്നും ഇല്ല കേട്ടോ. വീടെല്ലാം പോയി കിടക്കുക. വേണ്ട, വീടെല്ലാം പോയി, എല്ലാം മൊത്തത്തിൽ പോയി കിടക്കുക. ഷീറ്റ് കെട്ടിയേക്കുക. പിന്നെ ജനലൊന്നുമില്ല, ജനലൊക്കെ ചേട്ടൻ ഇത് വെച്ചതാ. ഇത് കണ്ട, ബാത്റൂമും എല്ലാം പോയി കിടക്കുക. കണ്ട, എല്ലാം പൊട്ടി വാരി ഇതെല്ലാം ആയി കിടക്കുക. ഇതൊക്കെ എൻ്റെ വീടും കാര്യങ്ങളും എല്ലാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി. പിന്നെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടി കിട്ടിയായിരുന്നു. അങ്ങനെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ജോലി ഓരോന്ന് ചെയ്യുക. മോൾ അരി അടുപ്പയിലിട്ട്
പിന്നെ ഇന്നലെ വൈകിട്ട് ഇച്ചിരി മീൻ മേടിച്ചായിരുന്നു. അത് കറി വെച്ചേക്കുന്നു. പിന്നെ രസമൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് അതൊക്കെ മതി. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെന്തോ പറയാനാ. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ഞാൻ കുടിച്ചില്ല, കുടിക്കണം. എല്ലാവരും ജോലിക്കൊക്കെ പോയോ? അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും. പിന്നെന്തോ ഉണ്ട്, പിന്നെന്തോ പറയാനാ. ഞാൻ അടുത്ത ജോലി ചെയ്യട്ടെ. നമുക്ക് പിന്നീട് കാണാം കേട്ടോ. എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും കിട്ടട്ടെ. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചോളാം. എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് പറഞ്ഞിടുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ. എന്നാൽ ശരി, എന്നാൽ ടാറ്റാ.